പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി. പ്രതികളായ 19 വിദ്യാർത്ഥികളെ സർവകലാശാല പുറത്താക്കി. സിദ്ധാർത്ഥന്റെ അമ്മ എം.ആർ. ഷീബ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർവകലാശാലയുടെ മറുപടി. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, എന്താണ് ഈ ഹർജിയിലെ ഉള്ളടക്കം? നേരത്തെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 18 വിദ്യാർത്ഥികൾ ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. അതായത് മണ്ണുത്തി സർവകലാശാലയിലോ മറ്റോ ക്യാമ്പസുകളിലോ പ്രവേശനം നൽകണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. അതിനനുസരിച്ച് പിന്നീട് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പിന്നാലെയാണ് ഈ മാതാവ് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതും അങ്ങനെ 18 വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ ഡിവിഷൻ ബെഞ്ച് തടയുകയും ചെയ്തത്. ആ പ്രവേശനം തടഞ്ഞതോടെ പിന്നീട് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശിക്കാൻ വിലക്കുമുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ആ ഹർജിയിൽ സർവകലാശാലയോട് ഒരു വിശദീകരണം ഡിവിഷൻ ബെഞ്ച് തേടുകയും ചെയ്തത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ സർവകലാശാല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. പ്രതികളായ 19 വിദ്യാർത്ഥികളെ പുറത്താക്കിയതായി വെറ്റിനറി സർവകലാശാല കോടതിയെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇത്രയും വിദ്യാർത്ഥികൾ 19 വിദ്യാർത്ഥികൾ കുറ്റക്കാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സർവകലാശാല വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അറിയിക്കുകയാണ്. ഈ അമ്മ ഷീബയുടെ ഹർജിയിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ സർവകലാശാല മറുപടി നൽകിയിരിക്കുന്നത്. അജി. ശരി, അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.